വാസ്തവത്തിൽ ഈ പുസ്തകം 2 ദിവസം മുമ്പ് സിന്ധു എന്നെ ഏൽപ്പിച്ചു തന്നു. അത് ഒന്ന് ഓടിച്ച് വായിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും ചില അധ്യായങ്ങളിലും ചില പാരഗ്രാഫുകളിലും ഞാനൊന്ന് ശ്രദ്ധിച്ചു വായിക്കുകയുണ്ടായി. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ഒരു എൻജിനീയർക്ക് മാത്രമല്ല, ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളിനും, ഈവൻ ഒരു ഡ്രൈവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഒരു കൊറിയർ സർവീസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഏത് ജോലി ചെയ്യുന്ന ആളിനും സഹനം എന്നുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ പുസ്തകം നൽകുന്ന ഒരു മെസ്സേജും അതുതന്നെയാണ്. ജീവിത വിജയത്തിന് സഹനം എത്രത്തോളം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തുണ്ടായ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, അത് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മിക്കവാറും അന്ന് എല്ലാ വീടുകളുടെയും സ്ഥിതി അതുതന്നെയാണ്. ആരുടെ കയ്യിലും പണവുമില്ല. അങ്ങനത്തെയാണ് അന്നത്തെ അവസ്ഥ, അതായിരുന്നു. പക്ഷേ ആ അവസ്ഥയെ ഒരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ളതാണ് പ്രഭാകർ സാറിനെ കുറിച്ച് നമ്മൾക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ തമ്പാൻ സാർ സൂചിപ്പിച്ചു, പ്രഭാകർ സാർ വളരെ സമയനിഷ്ഠ പാലിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അതൊരു എൻജിനീയറുടെ ക്വാളിറ്റിയാണ്. കാരണം എൻജിനീയേഴ്സിന് എപ്പോഴും കണക്കാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർ കണക്കിലാണ് നിൽക്കുക. അതുകൊണ്ട് സമയം എപ്പോഴും അവരറിയാതെ തന്നെ അവരിൽ വന്നു ചേരുന്ന ഒരു ക്വാളിറ്റി കൂടെയാണ്. പിന്നെ ഒരു പറച്ചിലുണ്ട്, എൻജിനീയേഴ്സ് ലൈക്ക് ടു സോൾവ് പ്രോബ്ലംസ്. ഇഫ് ദർ ആർ നോ പ്രോബ്ലംസ് ദേ വിൽ ക്രിയേറ്റ് ദെയർ ഓൺ എന്നിങ്ങനെ ഒരു ചൊല്ലുണ്ട്. അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോവുക എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് പോകുന്നു. അത് ഇവിടെ ദത്തൻ സാർ സൂചിപ്പിച്ചു, അത് ജീവിതം ഒരു ആസ്വാദനമാണ് എന്നും കൂടെ ഇവിടെ പറഞ്ഞു. ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു ആസ്വാദനവും കൂടെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. പിന്നെ മറ്റൊന്ന്, ഒരു എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും നല്ല എൻജിനീയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുമ്പിൽ ഈ മഹാപ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഒരു വലിയ എൻജിനീയറുണ്ട്, ഇല്ലേ? അതായത് ഈവൻ നമ്മളുടെ ഇൻറ്റേർണൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള നമ്മളെ തന്നെ സൃഷ്ടിച്ച ഒരു എൻജിനീയറുണ്ട്, ഇല്ലേ? അതുപോലെ ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരു വലിയ എൻജിനീയറുണ്ട്. ആ എൻജിനീയറുടെ മുന്നിലാണ് നമ്മളുടെ പ്രഭാകർ സാറിനെ പോലെയുള്ള എൻജിനീയേഴ്സ് വിജയം വരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ എൻജിനീയറുടെ ബ്രെയിൻ നമ്മുടെ ഉള്ളിലും ഉണ്ട്. അതിന് ഇവിടെ വേണ്ട രീതിയിൽ ദത്തൻ സാർ സൂചിപ്പിച്ചതുപോലെ അത്യാഗ്രഹവും ഒന്നും കൂടാതെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്നാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്. പിന്നെ ഞാനിവിടെ ഇരിക്കുമ്പോൾ ദത്തൻ സാർ സൂചിപ്പിച്ച ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, കഴിഞ്ഞ മാസം എൻ്റെ മകൻ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ അവരുടെ ക്ലാസ്സിലെ 10 പേരെ വലിയമല സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവർ രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയുണ്ടെന്ന്. അപ്പോഴാണ് എൻ്റെ മകൻ പറഞ്ഞത്, അമ്മേ അതിശയിച്ചു പോകും, നിങ്ങളാരും ഒന്നും അറിയുന്നില്ല, നിങ്ങളൊക്കെ ഉണ്ടും ഉറങ്ങിയും ഇങ്ങനെ കഴിയുകയാണ്. നമ്മുടെ രാജ്യം അനുനിമിഷം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അമ്മ അവിടെ പോയി കാണണം. ഇപ്പോൾ സാറ് പറഞ്ഞു, ഒരു ഇന്ത്യൻ ആയതിൽ അഭിമാനിക്കുമെന്ന്. ഒരു കുട്ടി അവിടെ പോയി ഒരു ദിവസം കണ്ടതേ ഉള്ളൂ. അവന് ഇന്ത്യയുടെ
ആ മേഖലയിൽ അഭിമാനം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എഞ്ചിനീയർമാരുടെ സേവനം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും കൂടെ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ആ ഗ്രന്ഥകാരന് എല്ലാവിധ അഭിനന്ദനങ്ങളും കൊടുക്കുന്നു. അതിലുപരി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനായ ബാലേന്ദ്ര സാറിനും, അതുപോലെ സദ്ഭാവനയുടെ ഓൾ ഇൻ ഓളായി എല്ലാത്തിനും ഓടി നടക്കുന്ന ശ്രീമതി സിന്ധുവിനും ഒക്കെ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സന്തോഷം. പുസ്തക അവതരണം നടത്തുന്നതിനായി ശ്രീ എം ജയറാം സന്ദേശം. ബഹുമാനപ്പെട്ട ശ്രീ ബാലേന്ദ്ര സാർ, ശ്രീ തമ്പാൻ സാർ, ശ്രീ ദത്തൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രഭാകരൻ സാർ, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ബാലേന്ദ്രൻ സാർ ആദ്യം തന്നെ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു, എഞ്ചിനീയർ അല്ലാത്ത ആളാണോ ജയറാം, എന്തുകൊണ്ട് ഈ സ്റ്റേജിൽ വന്നിരിക്കുന്നതോ ഡൗട്ടുണ്ടായിരുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഡൗട്ടിൻ്റെ കാര്യം 1961 പ്രഭാകരൻ സാർ എൻജിനീയറിംഗ് പാസ്സായ കാലത്ത് ഞാൻ ഈ ഭൂമിയിലേ ഇല്ല. എന്നാൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമാണ് ഞങ്ങൾ. എല്ലാ തരത്തിലുള്ള ഫീൽഡിലും, എല്ലാ തരത്തിലും, വൈജ്ഞാനികമാണെങ്കിലും സാഹിത്യമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും പുസ്തകം വായിക്കുന്നാലും കളികളാണെങ്കിലും എല്ലാ ഫീൽഡിലും ഞങ്ങൾ എപ്പോഴും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിത്വമാണ് ശ്രീ പ്രഭാകരൻ സാറ്. അപ്പോൾ ഞാനും ഇതിൻ്റെ സർവീസിൻ്റെ കൂടെ തന്നെ ഞാൻ എഴുത്തുകാരനായിരുന്നു. 100 കഥകൾ ഞാൻ ഒരുമിച്ച് എഴുതി. ആ 100 കഥകളും ഈ പ്രഭാകരൻ സാറിനെ കൊണ്ടൊരിക്കൽ ഞാൻ നിർബന്ധിച്ച് വായിപ്പിച്ചെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതികാരം എന്ന മണ്ടായിരിക്കും ഒരു പക്ഷേ എന്നെ അദ്ദേഹം ഇതിന് വിളിച്ച് നിന്നെ കൊണ്ട് സംസാരിപ്പിക്കുമെന്ന് പറഞ്ഞു. അതാണ് പ്രഭാകരൻ സാറിനെ വിളിക്കാൻ കാര്യം. ഇനി ഈ ബുക്കിൻ്റെ പ്രസക്തി അറിയണമെങ്കിൽ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് മനോരമ പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. അതായത് എറണാകുളത്തെ ഗോശ്രീ പാലത്തിൻ്റെ അടുത്തുള്ളൊരു ദ്വീപിലേക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിനൊരു പാലം നിർമ്മിക്കുകയാണ്. അപ്പോൾ പാലം നിർമ്മിച്ചു, അതിനെല്ലാം വളരെ കോടിക്കണക്കിന് 161 കോടി രൂപയെ മറ്റുമാണ് പൈസ എല്ലാം കിട്ടി, എല്ലാം നിർമ്മിച്ചു. പക്ഷേ അവസാനം ചെന്നപ്പോൾ ഈ പാലം ചെന്ന് മുട്ടിയത് മറ്റൊരാളുടെ പറമ്പിലാണ്. യഥാർത്ഥത്തിലുള്ള ഈ സ്ഥലത്തല്ലിത് മുട്ടിയത്. അപ്പോൾ ഇനിയും അത് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം കൂടി ഇനി അക്വയർ ചെയ്തിട്ട് വേണം, അതിലെ വളച്ചെടുത്തിട്ട് വേണം കിലോമീറ്റർ അപ്പുറത്ത് മാറ്റി വെക്കാൻ. എത്ര വിഡ്ഢിതമാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ശാഖയിൽ, പ്രത്യേകിച്ച് ITI പിള്ളേർ പോലും കാണിക്കുന്ന അത്ര ഒരു ശുഷ്കാന്തി ഇല്ലായ്മ ഈ എൻജിനീയർമാർ കാണിച്ചപ്പോൾ അവരോട് യഥാർത്ഥത്തിൽ അവർക്കൊക്കെയും എൻ്റെ ഒരു പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഞാൻ അയച്ചു കൊടുത്തന്നെ. കാരണം ഈ പുസ്തകത്തിൻ്റെ ഇതിൻ്റെ അവസാനത്തെ വാക്ക് ശ്രീ MK നായർ സാർ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്: വ്യക്തിഗത, സത്യസന്ധത, നൈതികത, സാങ്കേതികത, നൈപുണ്യം, സാമൂഹ്യ അവബോധം എന്നിവയെ അടിസ്ഥാനമാക്കി സഫലമായ ഒരു ഔദ്യോഗിക ജീവിതം നയിക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള സൂക്ഷ്മമായ പര്യവേഷമാണ് ഈ പുസ്തകം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് പറ്റുമോ? അപ്പോൾ ആ എഞ്ചിനീയർമാരൊക്കെ ഒരു പാലം പണിതിട്ട് അടുത്തടുത്ത് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എഞ്ചിനീയർമാർ തീർച്ചയായിട്ടും ഇത്രയധികം ബുദ്ധിമുട്ടി ഒരാൾ ഈ സർവീസ് മുഴുവനും, അതായത് അരനൂറ്റാണ്ടിലും അധികം 54 വർഷം സർവീസിലിരുന്ന് തൻ്റെ സേവനം മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടി ചിലവാക്കിയെന്ന് പറയുമ്പോൾ അത് ശ്ലാഘനീയമല്ല, അതിനപ്പുറത്തുള്ളത് മറ്റെന്തോ ആണ്. ഈ ബുക്കിനെ 2 രീതിയിൽ വായിക്കാം. ഒന്ന്, ആദ്യത്തെ 6 അധ്യായങ്ങൾ ആത്മകഥാ രീതിയിലുണ്ടാണ്, ബാക്കിയുള്ളത് സർവീസ് സ്റ്റോറി. അപ്പോൾ ആദ്യത്തെ ഈ ബുക്ക് വായിക്കുന്ന ആൾക്കാർ ആദ്യത്തെ 6 അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയൂടെ വായിക്കാനായിട്ട് തോന്നുമെന്നുള്ളതാണ്. ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാനായിട്ട് മടുപ്പ് വരും. ഞാനിതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ആദ്യം വായിച്ചത്. അതിനുശേഷം അക്ഷരത്തേറ്റ് നോക്കുവാൻ വേണ്ടി ഇതിന് മലയാള പരിഭാഷയും ഞാൻ വായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചില ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു മനോഹരമായ നോവലാണ് മനോജ് കുറൂർ എന്ന സാഹിത്യകാരൻ്റെ നിലം പൂത്തു മലർന്ന നാൾ. സംഘകാലത്തെ പറ്റി അതിമനോഹരമായ നോവലാണ്. അപ്പോൾ ആ നോവൽ വായിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത നോവലിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം മുറിനാവെന്നും മണൽപ്പാവയെന്ന് പറഞ്ഞ് 2 നോവൽ വളരെ പെട്ടെന്ന് തന്നെ എഴുതി കഴിഞ്ഞത്. ആ നോവൽ വായിച്ചിട്ടാകത്തെ ഇതുവരെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3 മാസമായ നോവൽ കൈ കിട്ടി, ഇതുവരെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നു. അത്ര ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നാണ്.
അപ്പം ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ ഗുണം തോന്നുകയും ചിലത് വായിക്കുമ്പോൾ നമുക്ക് ഗുണമില്ലായ്മ തോന്നും. എന്നാൽ ഈ പുസ്തകമാകട്ടെ ഇതിൻ്റെ ആദ്യത്തെ 6 അധ്യായം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കി ഭാഗം കൂടെ വായിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു പരിണാമഗുപ്തി ഇതിൻ്റെ എന്താണ് എന്നാലോചിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കും എന്നുള്ള സത്യമാണ്. നേരത്തെ തന്നെ തമ്പാൻ സാറും ഇവിടെ ദത്തൻ സാറും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ആ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസവും ആ കാലഘട്ടത്തിലും എല്ലാം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിലും അദ്ദേഹമായിരുന്നു ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥി. അദ്ദേഹത്തിൻ്റെ ഒരു 6ാം ക്ലാസ്സിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ആ സാറ് കണക്കിൻ്റെ സാർ അദ്ദേഹത്തിൻ്റെ പുസ്തകം ആൻസർ ഷീറ്റ് എടുത്തിട്ട് 0 എന്നാണ് പറഞ്ഞ മാർക്ക്. അപ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയെന്നുള്ളതാണ്. എന്നിട്ട് എല്ലാവരെയും മാർക്ക് കൊടുത്തിട്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബ്ലോക്ക് അദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു 100ൽ 100 മാർക്ക് മേടിച്ച ഒരാളേ ഉള്ളൂ, അത് പ്രഭാകരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഞാനിത് വായിച്ചുകൊണ്ടിരിക്കാൻ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ട് ഇത് കോറിലേറ്റ് ചെയ്യും. 8ാം ക്ലാസ് ഞാൻ പഠിച്ചിട്ടുള്ളപ്പോൾ എന്നോട് എൻ്റെ കണക്കിൻ്റെ സാറ് പറഞ്ഞ് എൻ്റെ വിധി നീ നിൻ്റെ ജീവിതത്തിൽ 10ാം ക്ലാസ്സിൽ കണക്കിന് ജയിക്കുകയെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനും ഒന്നോർത്ത് ജയിക്കുകയെന്ന് ഓർത്ത്. പക്ഷേ അത് ഒരു വാശിയായിട്ട് തന്നെ എടുത്തത്. അത് 10ാം ക്ലാസ്സിൽ 90% മാർക്കോടെ ജയിക്കുകയും MSc കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ മകനെ ഞാൻ ട്യൂഷൻ എടുത്ത് ആ പയ്യനെ ഫസ്റ്റ് ക്ലാസ് ജയിപ്പിക്കുകയും ചെയ്തു എന്നുള്ള സത്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് പിന്നെ അദ്ദേഹത്തെ ദാരിദ്ര്യത്തെ പറ്റി പറയുന്നുണ്ട്. അത് നേരത്തെ തന്നെ തമ്പാൻ സാറും ദത്തൻ സാറും പറഞ്ഞിട്ടുണ്ടല്ലോ, ആഹാരം കഴിക്കാനില്ലാത്ത ഒരവസ്ഥ. അതില്ലാത്തവർക്കേ അത് മനസ്സിലാകുള്ളൂ. ഇല്ലായ്മ കൊണ്ടുള്ള ദാരിദ്ര്യം മനസ്സിലാക്കുക എന്നുള്ള അതിഭീകരമായൊരു കാര്യമാണ്. അത് ഞാനും അത് ശരിക്കും ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ വീട്ടിൽ 10 കുട്ടികളാണ്. അപ്പോൾ അമ്മ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ 10 പാത്രങ്ങളോട് വിളമ്പി തരുന്നുള്ളതാണ്. അപ്പോൾ ഈ ഞായറാഴ്ചകളിലൊക്കെയാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ ഈ ഞായറാഴ്ചകളിലാണ് ഈ പള്ളി സമയത്താണ് ചില ക്രിസ്ത്യൻ ഫാമിലികളിൽ ഈ കല്യാണം നടക്കുന്നത്. അപ്പം ഞാൻ ഈ തിരിച്ച് പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പം ഈ വാഴയില ഈ എച്ചിലിടുന്ന കൂമ്പാരത്തിൻ്റെ സൈഡിൽ ഞാൻ നിന്നിട്ടുണ്ട്. ആ പരിപ്പിൻ്റെയും ഇറച്ചിയുടെ ഒക്കെ മണം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കും. സത്യമായിട്ടും ആരും കാണാനില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരും ഇലകൾ കൊണ്ട് കളയുന്ന ആരും ഇല്ലായിരുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് ഞാൻ വാരി തിന്നേന്. അത്ര ശക്തമായിരുന്നു വിശപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദാരിദ്ര്യം അറിയുന്ന ഒരാൾക്ക് ഇത്ര സത്യസന്ധമായിട്ട് എഴുതാൻ കഴിയുള്ളതാണ്. പിന്നെ സാറിൻ്റെ എഴുത്തുകൾ മുഴുവനും അതിനുശേഷം ഓരോ എഴുത്തും എല്ലാം സത്യസന്ധതയിൽ നിറഞ്ഞിരിക്കും. അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം മുഴുവനും സത്യസന്ധ, ഒന്നും നുണ പറഞ്ഞിട്ടില്ലെന്നുള്ള. ചില കുട്ടികളൊക്കെ പറഞ്ഞ് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ മദ്യം തൊടുകയില്ലായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ സാറ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ തലശ്ശേരിയിൽ കുട്ടികളെല്ലാം കൂടെ പോയപ്പം അവിടെ മധുരക്കള്ള് കുടിച്ചു, അതത്ര വലിയ ആണെന്ന് വരുന്നില്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റിയൊക്കെ വളരെ തുറന്നു തന്നെയാണ് സാറ് പറയുന്നതാണ്. വീണ്ടും തിരിച്ചു വന്ന് എഞ്ചിനീയറിംഗ് കോളേജ് വന്നു കഴിഞ്ഞുകൊണ്ട് മോഷ്ടാവായി തീർന്നുള്ള തെങ്ങിലെ തേങ്ങ കാവൽക്കാരൻ ഉറങ്ങിക്കിടക്കുന്നവരെയും കാത്തിരുന്ന് കഴിഞ്ഞിട്ട് ഈ ചെറിയ ശരീരം വെച്ചുകൊണ്ട് തെങ്ങിലെ തേങ്ങ കയറി മോഷ്ടാവാണെന്ന് ഞാൻ എന്നും അദ്ദേഹം ഉറച്ചു പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയുവാനോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കുവാനോ ഒന്നുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഈ സർവീസ് ടൂർ അല്ല, ഈ ജീവിതകാലങ്ങളെല്ലാം കഴിയുമ്പം ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ ചില ആൾക്കാരെ കഥകളുമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഫാദറും ചേട്ടനും സിലോണിലാണ്. ചേട്ടൻ സിലോണിൽ പോയാലേ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം 13ാം വയസ്സിൽ ഒരു കുട്ടിക്ക് എത്ര പ്രായം കാണും? കുഞ്ഞു കുട്ടിയായിരിക്കും. പക്ഷേ 13ാം വയസ്സിൽ ജോലി അന്വേഷിച്ച് അല്ലെ തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥ ഇല്ലാതാക്കുവാൻ വേണ്ടി സിലോണിലോട്ട് പോയ ഒരു ചേട്ടൻ്റെ കാര്യവും അച്ഛൻ്റെ കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഈ സമയത്താകട്ടെ അമ്മയും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും അവിടെ കിട്ടുന്ന ആ ലോക്കൽ സൈഡിൽ കിട്ടുന്ന ഈറ അല്ലെങ്കിൽ ഈറ്റ, ഈ തഴപ്പ ഉണ്ടാക്കുന്ന തഴപ്പ നെയ്ത് അത് ചന്തയിൽ ചുമന്നുകൊണ്ട് കൊടുക്കുന്ന ജോലിയായിരുന്നു ഈ മഹാനായ എഞ്ചിനീയറിൻ്റെ ചെറുപ്പകാലത്തുള്ള. അത് പറയാൻ പോലും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ലെവലിൽ അദ്ദേഹം പറയുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ്സിന് അടുത്ത മാർക്കോട് കൂടി. എന്നിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് എന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അതിനടുത്ത മാർക്കോട് കൂടി തന്നെ ഞാൻ ജയിച്ച് അടുത്ത തന്നെ പുള്ളിക്ക് ജോലിയും കിട്ടി. അപ്പം ജോലിയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് തിരിച്ചടികളും അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. തിരിച്ചടികൾ ആദ്യം തന്നെ അദ്ദേഹത്തിന് പറ്റിയത് കടൽ ഭിത്തി കിട്ടുന്ന ഒരു കരാറുകാരും എഞ്ചിനീയറും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധം ഉണ്ട് എന്നുള്ളത് ഒരു പരക്കെ അംഗീകരിക്കപ്പെട്ട സത്യമാണ്. ഇൻകം ടാക്സുകാരും വലിയ പണക്കാരും അല്ല ഇൻകം ടാക്സുകാരും ചാർട്ടേഡ് അക്കൗണ്ടും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധം നിലവിലുണ്ടെന്നുള്ളത് സത്യമാണ് എൻ്റെ 34 വർഷത്തെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്. അതുപോലെ തന്നെയാണ് കരാറുകാരും എഞ്ചിനീയറും. അപ്പോൾ ഈ കരാറുകാരൻ്റെ ഈ വഴിയിൽ വരാതിരുന്നതുകൊണ്ട് അപ്പോൾ അദ്ദേഹം ഒരു ഭീഷണി മുടക്കി തേവലക്കായലിൽ തൻ്റെ ശവം പൊങ്ങുമെന്നാണ് പറഞ്ഞത്.
ഒരുപക്ഷെ അത് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ MES വിട്ട് അദ്ദേഹം BROയിലോട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടി ഇരട്ടി ശമ്പളത്തിന്. ഇപ്പോൾ മേടിക്കുന്ന ശമ്പളത്തിന് ഇരട്ടി ശമ്പളത്തിന് അദ്ദേഹം അവിടെ പോയി. അവിടെ കടൽ തീരത്തിൽ നിന്ന്, ഞാനതിനെ വ്യൂ ചെയ്യുന്ന കായൽ തീരത്തിൽ നിന്നും ഹിമാലയത്തിലേക്കുള്ള ഒരു പ്രയാണമായിരുന്നു അത്. അവിടെ നിന്ന് ഇവിടെ കായൽ തീരത്ത് കടൽ ഭിത്തിയാണ് നിർമ്മിച്ചപ്പോൾ അവിടെ അതിർത്തിയിലെ റോഡുകളാണ് അദ്ദേഹം നിർമ്മിക്കാൻ പോയെന്നുള്ളത്. വളരെ മനോഹരമായ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായത്. അവിടെ ചെന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയർ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. വീണ്ടും തിരിച്ചു വിടുന്നു. തിരിച്ചു വന്ന് ഇവിടുത്തെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ അദ്ദേഹത്തിൻ്റെ ഹെഡിനെ കൊണ്ട് വീണ്ടും തനിക്ക് ഒരു അസുഖവും ഇല്ല എന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്ത് വീണ്ടും തിരിച്ചു പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ അസുഖത്തെ പറ്റി പറയാൻ പോലും മടിയില്ല. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ക്ഷയം, പലർക്കും പറയാൻ മടിയാണ്, ക്ഷയം എന്ന രോഗം പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒറ്റയ്ക്ക് കൂട്ടുകാരോട് പോലും പറയാതെ ഒറ്റയ്ക്ക് അദ്ദേഹം ഇവിടെ ലോക്കലായി ട്രീറ്റ് ചെയ്യുകയും പിന്നെ പുലിയനാർക്കോട്ടയിലുള്ള ക്ഷയരോഗ സാനിറ്റോറിയത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെയുള്ള ഒരിക്കലും തുറന്നു പറയാൻ മടിയില്ലാത്ത മനോഹരമായൊരു ബുക്കാണ് ശ്രീ പ്രഭാകരൻ സാർ എഴുതിയിരിക്കുന്നത്. ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഒരു രസകരമായ സംഭവം, അദ്ദേഹം ഒരു പൂജാരിയായിരുന്നു എന്നുള്ളതാണ്. കുടുംബക്ഷേത്രത്തിൻ്റെ 1 ഏക്കർ സ്ഥലമുള്ള കുടുംബക്ഷേത്രത്തിലെ പൂജാരി മാത്രമല്ല അവിടുത്തെ തൂപ്പുകാരനും കൂടിയായിരുന്നു. അപ്പോൾ ആ രാവിലെ വന്ന് മുഴുവൻ ക്ഷേത്രം തൂത്തുവാരി പൂജയും ചെയ്തിട്ടാണ് അവിടെ നിന്നുള്ള എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഈ രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന സിനിമയിൽ സത്യം ശിവം സുന്ദരം എന്നുള്ള ഹിന്ദി സിനിമയിൽ സീനത്തമൻ അർത്ഥനഗ്നയെ അഭിനയിച്ച സീനത്തമൻ ഒരു അമ്പലം മുഴുവൻ കഴുകിയതിന് ശേഷം പൂജാരി വരുമ്പോൾ അവൾക്ക് ഉള്ളിലേക്ക് പോകേണ്ട വരുന്ന ഒരവസ്ഥ അതിനകത്ത് രാജ് കപൂർ വരച്ച് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മനോഹരമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ പ്രഭാകരൻ സാറിനും ഉണ്ടായിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന് സർവീസ് സ്റ്റോറിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും നല്ലൊരു ചോദ്യം, വാട്ട് സോർട്ട് ഓഫ് എഞ്ചിനീയർ ആർ യു എന്നാണ് ശ്രീ ശേഷൻ അദ്ദേഹത്തെ പറ്റി ചോദിച്ചത്. അദ്ദേഹത്തിന് ഒരു റൂമിൽ ഒരു കഥ അടക്കുകയും തുറക്കുകയും ചെയ്യാനുള്ള മെക്കാനിസം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അത് ചെയ്യുവാനായിട്ടൊരു എഞ്ചിനീയറിനെ സംബന്ധിച്ചുള്ള അത് പെട്ടെന്നൊന്നും പറ്റിയായിരുന്നുള്ളൂ. അതിന് പ്ലാൻ വരയ്ക്കണം, അതിൻ്റെ ഇതെല്ലാം ചെയ്യണം, എല്ലാം എസ്റ്റിമേറ്റ് എടുക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ അതിന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു മറുപടി വാട്ട് സോർട്ട് ഓഫ് ആൻ എഞ്ചിനീയർ അറിയൂ. എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു ദേഷ്യവും തോന്നിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ ആരോടും ദേഷ്യം തോന്നിയിട്ടില്ല. ഞാൻ ഇന്നലെയും അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ആരൊക്കെയാണ് പറഞ്ഞിങ്ങനെ ശേഷൻ, പിന്നെ അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് ക്രയോജനിക് എഞ്ചിനിൻ്റെ കാലത്ത് അത് തുടങ്ങിയിട്ടില്ല, ആ കാലത്തൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സാറ് നമ്പി നാരായണൻ സാറിൻ്റെ കൂട്ടത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഇത്രയോ പ്രാവശ്യം ഞാനും അദ്ദേഹം ഒരുമിച്ചാണ് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിച്ചു, സാറെന്താ അതിനെപ്പറ്റി ഒന്നും പറയാത്ത, ഈ ബുക്കിൽ പറയാത്ത പറഞ്ഞു. അതിലൊരു സത്യവുമില്ല, അസത്യമാണ്. അതായത് അങ്ങനെ ഒരു ഡ്രോയിങ്ങോ ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു ക്രയോജനിക്കിൻ്റെ സാങ്കേതിക വിദ്യയോ ഈ ISROയ്ക്ക് ലഭിച്ചിട്ടുമില്ല, അത് ആർക്കോട്ട് അറിയത്തുമില്ല. എന്നിട്ടും അത് വിറ്റു അല്ലെങ്കിൽ അത് ചാരപ്രവർത്തി കൊണ്ട് മറ്റൊരു രാജ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാണ് ഒരു എഞ്ചിനീയറെ തല്ലിച്ചതച്ച്, അയാളുടെ തല്ലിച്ചതയ്ക്ക് മാത്രമല്ല അയാളുടെ സകല എസ്റ്റീമും ഇല്ലാതാക്കി അയാളെ ഒരു ചവറ് പോലെ വലിച്ചെറിഞ്ഞെന്നുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുക്ക് പോലും അദ്ദേഹം അന്ന് എഴുതിയില്ല. ആ നാഗപ്പാടെ അദ്ദേഹത്തെ പറ്റി എഴുതിയത് മീര, KR മീര എന്ന് പറയുന്ന മനോരമയുടെ ഒരു ലേഖികയുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ ആരാച്ചാർ നോവലൊക്കെ എഴുതിയ അവർ മാത്രം ഈ നമ്പി നാരായണൻ സാറിനെ വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ അത് എഴുതി ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കാൻ യാതൊരു സാധ്യതയില്ലെന്നും. അതിനുശേഷം മീരയ്ക്ക് കിട്ടിയ എഴുത്തുകളും ലെറ്ററുകളും ഒക്കെ പരിഗണിച്ചായിരിക്കും ഒരു പക്ഷേ അവർ മനോരമയിൽ തന്നെ രാജിവെച്ച് ഫുൾ ടൈം സാഹിത്യ പ്രവർത്തനത്തിലാണ് മാറിപ്പോയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പോലും അദ്ദേഹം എഴുതാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല സമയത്തും അദ്ദേഹം മരണതുല്യമായിട്ടുള്ള അവസ്ഥകളെ നേരിട്ടിട്ടുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ മലയിടിച്ചിട്ടുണ്ട്. ഒരു കൂട്ടുകാരൻ 4 പേര് നടന്നു പോവുകയാണ്. 3 പേര് കടന്നു പോകുമ്പോഴാണ് ഒരു മല ഇടിഞ്ഞു പോകുന്നത്. മലയിടിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്കാണ് വീഴുന്നത്. അപ്പോൾ അപ്പുറത്ത് മാറിപ്പോയിരുന്ന കൂട്ടുകാരെ തീർച്ചപ്പെടുത്തി ഈ മനുഷ്യൻ തീർച്ചയായിട്ടും മരിച്ച് മണ്ണടിച്ച് കാണുമെന്ന്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പാറയുടെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഈ സ്ഥൂലാവസ്ഥ കാരണമായിരിക്കും ഒരു പാറയുടെ ഇടയ്ക്ക് അദ്ദേഹം ഒതുങ്ങിയിരുന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇതേ സിമിലർ സിറ്റുവേഷൻ തന്നെ അദ്ദേഹത്തിന് മഹേന്ദ്രഗിരി തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു മലയിടിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മലയിടിച്ചിലും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും എല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതാണ്. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് മരണത്തിന് കീഴടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ നല്ല മനോഹരമായ ഒരു പുസ്തകം ലഭിച്ചത്. ഇനി കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നില്ല. ഇത് മാത്രമല്ല, ഈ പുസ്തകം നിങ്ങൾ ഇതിൻ്റെ ആദ്യ ഭാഗം വായിച്ചിട്ട് രണ്ടാമത്തെ ഭാഗം മുഴുവൻ സർവീസ് സ്റ്റോറിയാണ്. അതും വായിച്ചു കഴിയുമ്പം ഇത് ഒരു പ്രത്യേക രീതിയിൽ എഴുതിയ ഒരു എഞ്ചിനീയർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള, അല്ലെങ്കിൽ സത്യസന്ധനായ എഞ്ചിനീയർക്ക് എങ്ങനെ ഒരു സമൂഹത്തെ നന്നായിട്ട് തന്നെ നയിക്കാൻ കഴിയും എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പുസ്തകം. ഇനി അദ്ദേഹത്തിന് ഭാവിയെ പറ്റിയും വലിയ ആശങ്കകളുണ്ട്. ഞാനും സാറും ഒക്കെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ എളുപ്പമായിട്ട് ഇലോൺ മസ്കിനെയും AI പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ AI എന്ന് പറയുന്ന ഭീകരമായ ഭൂതം മനുഷ്യരാശിയെ ഒന്നാകെ വിഴുങ്ങി തീർന്നു എന്നാണ് NIT പ്രൊഫസറായ അഷ്റഫിൻ്റെ ഒരു ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിൽ കേട്ടവൻ പറഞ്ഞാൽ AI നിങ്ങളെ മുഴുവനും വിഴുങ്ങിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. നമ്മളിതൊരു നിയമം ഉണ്ടാക്കി എടുത്തിരിക്കണം, അതിനെ നിയന്ത്രിക്കാനും ഉള്ളൊരു നിയമം ഉണ്ടാക്കി എടുത്തിരിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞ വളരെ ഒരു കാര്യം, 2 സൂപ്പർ കമ്പ്യൂട്ടറുകളെ അവർ നിർമ്മിച്ചിട്ട് അതിന് രണ്ടിനും ഒരു ഭാഷ, ഒരു ലാംഗ്വേജ് ഉണ്ടാക്കി കൊടുത്തു. അത് ഒരാഴ്ച അവർ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ചെന്നപ്പോൾ ഈ സൂപ്പർ കമ്പ്യൂട്ടർ മറ്റൊരു ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനോട് ചോദിച്ചാൽ പറഞ്ഞു, അത് നിങ്ങളുണ്ടാക്കി തന്ന ഭാഷ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായിട്ട് തന്നെ ഒരു ഭാഷ ഉണ്ടാക്കി അതിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നാളകളിൽ ഈ കമ്പ്യൂട്ടറുകളുടെ ഒരു സംശയമില്ല നമ്മുടെ ഈ ഹ്യൂമൻ ബീങ്സിനെ ഇത് കീഴടക്കും എന്നുള്ള ആ സംശയം ഞാനും പ്രഭാകരൻ സാറും എന്നും ഇത് പങ്കുവെക്കുമെന്നുള്ള. അപ്പോൾ അത് പങ്കുവെക്കുമ്പോൾ അദ്ദേഹം അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പരിസ്ഥിതിയെ പറ്റിയും അദ്ദേഹം പല പ്രാവശ്യവും ആശങ്ക പ്രകടിപ്പിച്ചു. നമുക്കെപ്പോഴും ഷൂമാർക്കറിൻ്റെ വാക്കുകൾ തന്നെ അദ്ദേഹം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, സ്മോൾ ഈസ് ബെറ്റർ, സ്മോൾ ഈസ് ഇനഫ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രം മതി, ഈ കൂടുതലൊന്നും ആവശ്യമില്ലെന്നുള്ളതാണ്. രത്തൻ സാർ മുമ്പേ പറഞ്ഞ പോലെ 2 പേരും കൂടെ മേടിക്കുന്ന പെൻഷൻ 3.5 ലക്ഷം രൂപയുണ്ട്. ഈ പ്രായം പിടിച്ച കാലത്ത് ഈ 3.5 ലക്ഷം രൂപ എന്ത് ചെയ്യാനാണ്? വലിച്ചു കയറി കളയാല്ലാതെ ഒരു രക്ഷയില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മതി നമുക്ക്. അതുപോലെ തന്നെയാണ് പ്രഭാകരൻ സാറെന്ന് പറയുന്നത്, വളരെ കുറച്ച് മതി. ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ഏതാണ്ട് 2,97,000 ഫ്ലാറ്റുകൾ വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ്, പണിതിട്ടേക്കാണ്. അമേരിക്കയിൽ ഒരാൾ പോകുന്നു, അവരിവിടെ ഒരു 4-5 ഫ്ലാറ്റുകൾ പണിതിടുന്നു, അത് കാലിയായിട്ട് കിടക്കുന്നു. ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലിയില്ലാതെ അലഞ്ഞു നടക്കുന്നു. പ്രകൃതി അതിനെ ചൂഷണം ചെയ്യുന്നു. നമ്മൾ ഏറ്റവും ചൂഷണം ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഈ പ്രകൃതിയും സ്ത്രീകളെയും ചൂഷണം ചെയ്യുന്നു. അതിനെ രണ്ടിനെയും പറ്റിയും സാറിൻ്റെ ബുക്കിൽ വളരെയായിട്ട് പറഞ്ഞു. നമ്മൾ പ്രകൃതിയെ ഇങ്ങനെ ചൂഷണം ചെയ്താൽ എവിടെ പോയി നിൽക്കും? ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞപ്പോൾ എനിക്കും വളരെ വിഷമം തോന്നിയ ഒരു വാക്ക് പറഞ്ഞു, എനിക്കിനിയും ജീവിച്ച് മതിയായി, ഇനി അങ്ങ് മടുത്താൽ മതി, മരിച്ചാൽ മതി എന്നുള്ള ഒരിതാണ്. പക്ഷേ സാറിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ സാറ് മരിക്കരുത്, ഇതുപോലുള്ള ബുക്കുകൾ എഴുതി ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വീണ്ടും പ്രചോദനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ പാലം പണിത് മറ്റൊരു മറുകരയിൽ മുട്ടിക്കാൻ കഴിയത്തില്ലാത്ത എഞ്ചിനീയർമാർക്ക് ബോധമുണ്ടാകുവാനായി ഇത്തരത്തിലുള്ള ബുക്കുകൾ ഇനിയും എഴുതട്ടെ എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ നേരുന്നതിനായി ശ്രീ KM നായർ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്യർക്കും എൻ്റെ സാദര പ്രണാമം. ഇന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൃതിയുടെ ഇവിടെ പ്രകാശനം നിർവഹിച്ച കൃതിയുടെ മൂലകൃതി ഇംഗ്ലീഷിൽ എഴുതിയ ട്രയൽസ് ആൻഡ് ട്രൈബുലേഷൻസ് ഓഫ് ആൻ എഞ്ചിനീയർ ഇൻ പബ്ലിക് സർവീസ് എന്ന പുസ്തകം പ്രകാശനം നടന്നതാണ്. അന്നത് പ്രകാശന ചടങ്ങ് നിർവഹിച്ചത് അന്ന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി ശ്രീ സുധാകരൻ അവറുകളാണ്. അദ്ദേഹം അത് നിർവഹിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാനിവിടെ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയാം. ഒന്ന്, പ്രധാനമായിട്ട് ഈ ഗ്രന്ഥകാരനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധതയും നൈതികതയും കൈമുതലായി സൂക്ഷിച്ചുകൊണ്ട് ഒരു സർക്കാർ സർവീസിലുള്ള ഒരാളിന്, ഒരു എഞ്ചിനീയർക്ക് അഥവാ സർക്കാർ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, സഫലമായ ഒരു ഔദ്യോഗിക ജീവിതം നയിച്ച് ഉന്നതകളിൽ എത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ശ്രീ പ്രഭാകരൻ സാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമതായി, പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിനെക്കുറിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ച ഒരു അഭിപ്രായം, ഈ പുസ്തകം വെറും ഒരു സർവീസ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ജീവിതകഥയോ ആയിട്ടല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഇന്ന് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളായ എഞ്ചിനീയർമാർക്ക് ഒരു മാർഗദർശനത്തിന് ഉതകുന്ന രീതിയിലുള്ളതാണ്. ഇതെല്ലാം ആ തലങ്ങളിൽ എല്ലാവരിലും ഇത് എത്തിക്കണം, അതാണ് ഈ പുസ്തകത്തിൻ്റെ മഹത്വം എന്നുകൂടി അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. അതിനുശേഷം പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇത് വായനക്കാരിലേക്ക് എത്തി. ധാരാളം വായനക്കാർ ഈ പുസ്തകത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടും ഗ്രന്ഥകർത്താവിനെ അഭിനന്ദിച്ചുകൊണ്ടുമുള്ള കത്തുകൾ അയക്കുകയുണ്ടായി. അതിനകത്തെല്ലാം പലരും അതിൽ
ചിലതൊക്കെ തിരഞ്ഞെടുത്ത് ഈ പുസ്തകത്തിൻ്റെ പരിഭാഷയിൽ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ. അതിൽ പലരും ആവശ്യപ്പെട്ടത് ഈ പുസ്തകം ഇംഗ്ലീഷിലാണ് രചിച്ചിരിക്കുന്നത്, ഇത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മലയാള പരിഭാഷ ആവശ്യമാണ്, ആ വഴിക്ക് ഒരു അറ്റംപ്റ്റ് നടത്തണം എന്നൊരു അഭിപ്രായം പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് പ്രഭാകരൻ സാർ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള ഒരു അറ്റംപ്റ്റ് തുടങ്ങിയതും അതെൻ്റെ നിയോഗമായി മാറിയതും അങ്ങനെയാണ്. എനിക്ക് ഈ മലയാള പരിഭാഷ, ഒരു പുസ്തകത്തിൻ്റെയും മലയാള പരിഭാഷ മുൻപൊരിക്കലും ഞാൻ ചെയ്തിട്ടില്ല, അതിൽ യാതൊരു പരിചയവുമില്ല. മലയാള പുസ്തകം വായിച്ചുള്ള ഭാഷാ പരിജ്ഞാനം മാത്രം കൈമുതലാക്കിയാണ് ഞാനിതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. പിന്നെ അതിൽ എന്നെ സഹായിച്ച ചില പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, സാറുമായിട്ടുള്ള അടുപ്പം. അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറേ കാലം പ്രവർത്തിക്കാനുള്ള ഒരു അവസരമുണ്ടായി. അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യങ്ങളും ആ പ്രവർത്തന ശൈലിയും എല്ലാം നേരിട്ട് ഞാനും എൻ്റെ അനുഭവത്തിലും ഉണ്ടായിട്ടുള്ളതാണ്. രണ്ടാമതായി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ചിന്താഗതികളെക്കുറിച്ചുമൊക്കെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഈ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഞാനിത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചത്. അത് എത്രത്തോളം നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നിലവാരം എന്താണെന്നുള്ളതിനെക്കുറിച്ച് തന്നെ എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് തമ്പാൻ സാറ് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അത് സാറ് പറഞ്ഞതിനകത്തൊരു ചെറിയ തിരുത്ത് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ഞാനിവിടെ ചെയ്യുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചത്, ഞാനൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്, അതിൻ്റെ അവതാരിക എഴുതിയതും തമ്പാൻ സാറാണ്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിലെൻ്റെ പേര് അദ്ദേഹം രാജൻ എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം തെറ്റി പറഞ്ഞതാണ്. അത് എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ പേരാണ് KM നായർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിവിടെ പറഞ്ഞില്ലെങ്കിൽ അതൊരു ക്ലാരിഫിക്കേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പുസ്തകരചന. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ അതിൻ്റെ നിലവാര തകർച്ചയില്ല, ഒരു സാധാരണ ലെവലിലേക്കെങ്കിലും അത് എത്തിയിട്ടുണ്ടെന്നുള്ള അറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനി പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ പുസ്തക പരിചയം നടത്തിയ പ്രഭാഷകനും മറ്റുള്ളവരും പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രഭാകരൻ സാറിൻ്റെ 37 വർഷത്തിലധികം നീണ്ട സർക്കാർ സർവീസിൽ അദ്ദേഹം പല ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം അനേകം ദുർഘടഘട്ടങ്ങളെ തരണം ചെയ്താണ് ഈ ISROയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ തലപ്പത്ത് അദ്ദേഹം എത്തിച്ചേർന്നത്. അപ്പോൾ അങ്ങനെ എത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ടാണ്. സത്യസന്ധത, നൈതികത, ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ശൈലി ഉണ്ടെങ്കിൽ ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ആ നിലയിലേക്ക് എത്താമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹം. അതിനേക്കാൾ ഉപരി ഒരു സർക്കാർ സർവീസിലെ എഞ്ചിനീയർക്ക് മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ സേവനത്തിലിരിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണം ആണ് ഇത് വേണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നിന്ന് വരുന്നത്. അത് മറ്റൊന്നുമല്ല, സ്വന്തം തൊഴിലിനോടുള്ള ശരിയായ മനോഭാവം, അതാണ് ആവശ്യം. ചെയ്യുന്ന മേഖലയിലുള്ള പരിജ്ഞാനമോ അല്ലെങ്കിൽ പരിചയമോ മാത്രം കൊണ്ട് ഒരാൾക്ക് ആ മേഖലയിൽ വിജയം കൈവരിക്കാൻ സാധ്യമല്ല. പ്രധാനമായിട്ടും വേണ്ടത് അതിനോടുള്ള ശരിയായ മനോഭാവമാണ്. അത് ഈ പുസ്തകത്തിൻ്റെ അവസാനം ഒരു ലേഖനം ചേർത്തിട്ടുണ്ട്, വായിച്ചാൽ അതിലറിയാം. ഈ പുസ്തകം രചിക്കുന്നതിനും ഏകദേശം 30 വർഷം മുമ്പ് പ്രഭാകരൻ സാർ തന്നെ എഴുതിയ ഒരു ലേഖനമാണ്. ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് അമംഗ് എഞ്ചിനീയേഴ്സ്, ദ നീഡ് ഓഫ് ഓർ ടൈംസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു ലേഖനം. അത് ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജേണലിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് ചർച്ച ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് മാത്രം സൂചിപ്പിക്കാം. പ്രധാനമായും പറയുന്നത്, നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾ നേരിട്ട് സർവീസിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പരിശീലനമോ അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ നിലവിലിരിക്കുന്ന, ഇപ്പോഴല്ല മുമ്പ് നിലവിലിരിക്കുന്നതും ഇപ്പോഴും തുടരുന്നതുമായ ഒരു ദുഷിച്ച വ്യവസ്ഥിതി ഉണ്ട്. അതെല്ലാവർക്കും അറിയാം. നേരത്തെ പലരും ഇതിലൂടെ സൂചിപ്പിച്ചു. പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കരാറുകാർ അല്ലെങ്കിൽ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക ജ്ഞാനമുള്ള ആൾക്കാർ അതിൽ പ്രവർത്തിക്കുന്നവർ, ഇവർ തമ്മിലുള്ള ആ ഒരു ദൂഷിത വലയത്തിലാണ് ഈ പുതുതായി സർവീസിൽ ചേരുന്ന എഞ്ചിനീയർമാരെല്ലാം ചെന്നുപെടുന്നത്. അതിൽ നിന്നൊരു മോചനം അവർക്ക് സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ അവരെ ആ ശരിയായ മനോഭാവം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള ഒരു പരിശ്രമവും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. എല്ലാവരും ഇങ്ങനൊരു അവസ്ഥയെക്കുറിച്ച് പരിതപിക്കുന്നതല്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിന് എന്താണ് വേണ്ടത്? ഇത്തരം ഒരു പരിശീലനം അവർക്ക് നൽകുക എന്നുള്ളതും ആ മനോഭാവം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള രീതി, ഈ ആശയങ്ങളടങ്ങിയ ഈ പുസ്തകം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു
ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അതുമാത്രമാണ്. ഇതിനെ ഈ ഇന്നത്തെ ഈ സാഹചര്യം ഉണ്ടാകാനുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള ആശാസ്യകരമല്ലാത്ത പ്രവണത എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു അക്കമിട്ട് നിരത്തിയ രീതിയിലുള്ള ഒരു പഠനമാണ് അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിനകത്തുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മുഴുവൻ പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ അന്തസത്ത ആ ഒരു ലേഖനത്തിലുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി ഈ പുസ്തകം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചാണ് ആ ലേഖനത്തിൽ കൂടുതലായിട്ടും പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും അങ്ങനെയുള്ളതായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ സദ്ഭാവന ട്രസ്റ്റിനെ പോലെയുള്ള സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരു സംഘടന ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത് എന്നെനിക്ക് തോന്നുന്നു. അത് നല്ല രീതിയിൽ പ്രസിദ്ധീകരിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുകയാണ്. ഒരപേക്ഷ കൂടിയുണ്ട്. പുസ്തക പ്രസിദ്ധീകരണത്തിൽ മാത്രം ഒതുങ്ങാതെ ഇത് ആരിലാണോ എത്തിക്കാനുള്ളത് അത് അവരിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് സദ്ഭാവന ട്രസ്റ്റിനോട് പറയാനുള്ളത്. ഇനി ഈ പുസ്തകം അതുപോലെ എല്ലാവരിലും എത്തിക്കാൻ സാധിക്കട്ടെ. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം യുവതലമുറയിൽ പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാർക്ക് പ്രചോദനമാകും. അതുവഴി അവരുടെ മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റം വഴിയും അവരുടെ ഔദ്യോഗിക ജീവിതം വിജയകരമായി തീരട്ടെ. അങ്ങനെ അത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസകളും നൽകുന്നു. എല്ലാ ഭാവുകങ്ങളും ചേരുന്നു. അടുത്തായി ഗ്രന്ഥകാരൻ്റെ മറുവാക്കാണ്. അതിനായി ശ്രീ പി എ പ്രകാരൻ സാറിനെ ക്ഷണിക്കുന്നു. ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. ഉള്ളത് പറഞ്ഞാൽ കുറച്ചൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പല കാര്യങ്ങളും പലരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് പറയുന്നില്ല. എന്നിരുന്നാൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഈ പുസ്തകം പലരിൽ വായിച്ച ആൾക്കാരിൽ ചില VIP ഭയങ്കരമായിട്ടുള്ള, അതായത് ഐ കനോട്ട് ഇമാജിൻ someone like ജസ്റ്റിസ് സുകുമാരൻ ഈ ബുക്കിനെ പറ്റിയിട്ട് എനിക്ക് 2 പേജ്, എനിക്ക് അദ്ദേഹത്തിന് നേരിട്ടറിയില്ല. അതിൻ്റെ ഒരു സെൻറ്റൻസാണ് ഞാൻ വായിക്കുന്നത്. വാല്യുബിൾ ബുക്ക് സ്ക്രിപ്റ്റിംഗ് ദി ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ഓഫ് എൻ എഞ്ചിനീയർ ഇൻ പബ്ലിക് സർവീസ്. ദി നാച്ചുറൽനെസ് ഓഫ് നരേഷൻ ഹാസ് ഇറ്റ്സ് unique attraction. Your sons deserve the gratitude of enlightened segment of world society for persuading you to write this history of ascending science. So I don't have to say more. There are many such things I have received, and I am satisfied in a way for attempting to record my experience. But then, as of now, if you ask me, I have my satisfaction in the service I put in, but then today, seeing the world scene, I am really bothered. Murali said something about that. You know, the type of haphazard developmental activities we indulge in, we means entire world, it has led to a situation where you never know how long humans are going to survive on the earth. Stephen Hawking has, before his death a few years ago, you know Stephen Hawking, he is equivalent to almost Einstein. He made a fervent appeal almost from his deathbed. He is invalid in a way, saying, I appeal to the spacefaring nations to jointly work out methods for space transportation and colonizing Moon or Venus, because this Earth, you will not see humans. They cannot survive beyond 2100. 2100. It's not far off.
Fortunately, some of us may not be living today. Recently, I read United Nations Chief Guterres. He made a statement, the world is sleepwalking into climate disaster. I don't have to explain further on that. The way we are dealing things and doing things, these are not just, flippant words from big people. They really mean it. So, what is it? That is why I am feeling disillusioned. In fact, after the retirement at the age of 60 in 1998, I was just happily settled at my home, no problem. But then I found I cannot be simply wasting my time like this. So I was involved in several governmental institutions like CAPE, ICONS, ICER, and in CAPE alone, from 2001 to 2005, 5 engineering colleges all across Kerala and 1 medical college at Cochin. I was the main person involved in that. I don't have to tell you the details because when I am involved, there are differences among the engineers who are forming the team that I led. So fortunately, everything went on well. And then later, I was involved in training young engineers because that is one of the pet this thing with me. As far as possible, you share your experience for whatever it is worth. I did quite a bit, but then I found that there is hardly anyone interested in changing their approach or attitude. Reasons you can imagine. Then what I thought, what is the point in wasting my time like this? I was invited to various engineering colleges, CET, Trivandrum, MES College, Mariam Engineering College, Vidya Engineering College, both in Trichur as well as here, Kulimanur, and so many other places, to give some lectures to the final year students. I was happy because I want to always deal with the youngsters. I attempted that. I found there also there is hardly any taker for my ideas or my approach, whether it is in students or the faculty who attended the meeting. So that also is true. IIT at Kollam. I was invited there for giving a lecture to say 100 odd engineers and architects, graduate skilling them. I did that and everybody was damn happy. But I could not elicit one round of discussion or questions from any of them on the aspects which I shared with them. Nobody seems to be interested. So I have stopped that also. That is how I started writing this, because somewhere it has to be recorded. What is my feeling? That is how the first book came. So because of the type of encouragement I received from various quarters through the messages, that was brought out, as somebody said. Everybody is happy with that, those who have read. But how many are willing to read? Now everybody is busy with this. Okay. And because of that, there is something I want to caution you. This damn thing, there is a terminology now going all around the world. Brain rotting. More of indulging in smartphone or TV, your brain is going to rot. Not one day, overnight, over a period of time. This is particularly true with the youngsters because they spend so much of time. Okay. So, unless we change our approach, we are doomed. That is for certain. Okay. So, friends, I don't know what else to say. My disillusionment, I don't know how I can get over that,
Somebody has asked me, some of the letters I received insisted that this book should be brought out in Malayalam. That is how this has materialized. And I am highly thankful to Bharat Samaj and their team here as well as sitting here for bringing out in a very compact and nice manner. I am very happy with that. Okay. Now the point is, I am asked, being compelled by some people, since you worked almost 20 years after retirement, you deserve another pension. I don't want any pension. The pension I have received is good enough. You must write your experience in that. If I write that experience, there are something interesting. I have to hurt some people, which I don't want to. Okay. So you never know. I will try to still see whether I can bring it out, and it is possible that I may bring it out. So, friends, you know, our type of approach, all are greedy. ആക്രാന്തം പറയില്ലേ മലയാളത്തിൽ, അതാണ് പറ്റുന്നത്. I want everything. I want everything big. I want everything small. Okay. This sort of approach is leading to this situation. Okay. We have to get away from that and do something meaningful, sustainable. In fact, the second book I published on construction management, there are 2 pages in that, sustainable development. I have given some examples. It is only example. I can explain hundreds of things in that. But I refrain because it was not meant that way. That book was not meant that way. But it is mentioned. So my point is, we should be at least alert now. Think, where are we leading to? Where are we leading our youngsters? Murli was telling, 35 years back, I wrote one article which was published in the attitudinal change among engineers in the need of power. It was written 35 years back. The editor was unwilling to publish because he told me it is too hot. Okay, whatever it be. But then finally, after keeping it 1 year, he published it. There I have mentioned, if we are going, there is 35 years back, in this direction, surely we are going to be doomed. We may not survive to see that room, but our offspring, our children, they are going to suffer. So even from selfish point of view, where your offspring, you have certain other things. Selfish point of view, you must alter your approach and try to do things in a way the earth can sustain that development. You know, in that context, I just want to mention one thing. Gandhiji has said that Mother Earth can satisfy every one of requirements, but not the greed. Okay. That is one important aspect we have to keep in mind. Now, somebody was telling the statistics that I have is at one point of time in Trivandrum city alone, there are 70% of the flats remaining locked or unused. When lakhs of people are not having a decent house. How do you make this? We are sort of mining 50 billion tons of sand and rock for these works. I don't have to talk about the trees in the jungle for the woodwork or so many other things. Okay, everything comes up. So we are wasting, buggering Mother Earth only to satisfy the greed of the people. We must come out of that. Each individual in their own way
This is the message I want to convey to you. I think I am done with. I don't have to say more. Now, just one more thing I want to mention here. That's all. The Facebook was invented by Zuckerberg and Jerome Lehner, two of them, friends. It is now so popular, okay, world over. At some point of time when this was picking up, Jerome Lehner told Zuckerberg, I am cute, I don't want to participate. You know what was his reason? His reason was, earlier we used to have only one WMD, weapons of mass destruction, that is atom bomb or hydrogen bomb. Now we have more of that in the form of smartphone, TV, and there's something else also. And the so-called apps in the, okay. So, it is for us to choose the right path, not alone for you, for the betterment, for survival of the nation or society or the world around us. Okay? Thanks a lot. ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീമതി സിന്ധു സുരേഷിനെ ക്ഷണിക്കും. വേദിയിലെയും സദസ്സിലെയും എല്ലാ ബഹുമാനിയർക്കും നമസ്കാരം. സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു സർക്കാർ എഞ്ചിനീയറുടെ പ്രയത്നങ്ങളും പ്രയാസങ്ങളും എന്ന പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. മറ്റ് പ്രകാശനങ്ങളിൽ നിന്ന് വേറിട്ടൊരു അനുഭവമാണ് ഇന്നത്തെ ഈ വേദി നമുക്കെല്ലാവർക്കും തന്നത്. പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായി തന്നെ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുകയുണ്ടായി. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം മാത്രം, പുസ്തകത്തിൻ്റെ സെയിലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഓൾറെഡി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു. അതിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. നമ്മൾ ബാക്കി ഷോപ്പുകളിലെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ ഫെസ്റ്റിവലിലെല്ലാം തന്നെ ഈ പുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ സെയിലിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ ആ പുസ്തകം അവൈലബിൾ ആണ്. എല്ലാം ഇതിനോടകം അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കട്ടെ. ഈ പുസ്തക പ്രകാശനത്തിൻ്റെ അധ്യക്ഷൻ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിൽ അധികമായ നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്തിയത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ തന്നെ ഡോക്ടർ MR തമ്പാൻ സാറാണ്. അദ്ദേഹം സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹത്തിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പുസ്തക പ്രകാശനം ചെയ്ത് ഡോക്ടർ ME ദത്തൻ സാറാണ്. സാറിൻ്റെ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും സാറിൻ്റെ ആ പ്രഭാഷണം നല്ലൊരു അനുഭവമായിരുന്നു. ഓരോരോ കാര്യങ്ങളും ഈ പുസ്തകത്തെക്കുറിച്ചും പ്രഭാകരൻ സാറിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായ നന്ദി അറിയിക്കുന്നു. പുസ്തകം സ്വീകരിച്ചത് ഡോക്ടർ B സുഗീത മാഡമാണ്. മാഡം സദ്ഭാവന ട്രസ്റ്റിൻ്റെ തന്നെ ഒരു ആളാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ടീച്ചറിൻ്റെ അധികമായ സഹകരണങ്ങളുണ്ട്. ടീച്ചറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പുസ്തകാവതരണം ചെയ്ത ശ്രീ M ജയറാം സാറാണ്. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസ അറിയിച്ചത് KM നായർ സാറാണ് ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഈ പുസ്തകത്തിൻ്റെ ഓരോ വർക്കിൻ്റെ സമയത്തും സാറിൻ്റെ ആ സാന്നിധ്യം വളരെ വലുതായിരുന്നു. പ്രഭാകരൻ നായർ ഉണ്ടായിരുന്നില്ല, സാറായിരുന്നു ഈ ഓരോരോ ഘട്ടങ്ങളിലും ഈ പുസ്തകത്തോടൊപ്പം സഞ്ചരിച്ചത് സാറാണ്. സാറിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായ നന്ദി അറിയിക്കുന്നു. ഇനി സ്വാഗതം പറഞ്ഞത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ ജയ ശ്രീകുമാർ മാഡമാണ്. മാഡത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായ നന്ദി അറിയിക്കുന്നു. പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ PA പ്രഭാകരൻ സാറിനെ കുറിച്ച് ഇവിടെ എല്ലാവരും തന്നെ പുസ്തകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ നന്ദി അറിയിക്കുന്നു.
ഇവിടെ സാറിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അനേകം മഹത് വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം BSSൻ്റെ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. ഓരോരുത്തർക്കും ഇവിടെ കൂടിയ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേശീയഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।